ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ്സ് കണ്ടുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റിയ ഒരടിപൊളി എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു എയർ ഡ്രോപ്പിൽ ഓരോ ആഡ്സിനും 7 രൂപ വെച്ചിട്ട് അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ റെഫറിനും 79 രൂപ വെച്ചിട്ടാണ് ഇവർ തരുന്നത്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെന്നൊക്കെ ഞാൻ ആദ്യമായിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു എയർ ഡ്രോപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് BTC ആണ്, ബിറ്റ് കോയിൻ ആണ്. ഈ ബിറ്റ് കോയിൻ നമുക്ക് ഡയറക്റ്റ് പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കില്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു കാര്യം. ഇത് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലേക്കോ അല്ലെങ്കിൽ കോയിൻ ബേസിലേക്കോ ആണ് നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ കോയിൻ ബേസ്, ഇങ്ങനെ 2 ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. എന്നിട്ട് അതിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്നും മതി, ട്രസ്റ്റ് വാലറ്റോ അല്ലെങ്കിൽ കോയിൻ ബേസോ. എന്നിട്ട് അതിലുള്ള നമ്മളെ ബിറ്റ് കോയിൻ്റെ അഡ്രസ്സാണ് നമ്മൾ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എയർ ഡ്രോപ്പിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ട്രസ്റ്റ് വാലറ്റിലേക്കോ അല്ലെങ്കിൽ കോയിൻ ബേസിലേക്കോ നമ്മൾ ക്യാഷ് മാറ്റിയിട്ട് അത് മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, സിപ്പേ എന്ന് പറയുന്ന ആ ആപ്പിലേക്ക് മാറ്റി നമ്മൾ അവിടെ നിന്ന് കോയിൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പേടിഎമ്മിലേക്കോ ബാങ്ക് അക്കൗണ്ടിലേക്കോ മാറ്റുന്നത്. അങ്ങനെയാണ് ഈ ഒരു കോയിൻ്റെ സിസ്റ്റം. ഓരോ 30 സെക്കൻഡിലും നമുക്ക് ഓരോ ആഡ്സ് വെച്ചിട്ടാണ് ഇവർ തരുന്നത്. ഇതങ്ങനെ ക്ലിയറായിട്ട് ആഡ്സ് കാണണമെന്നൊന്നുമില്ല. അതൊരു പേജാണ്, ആഡ്സൊക്കെ ഉള്ളൊരു പേജ്. അത് ജസ്റ്റ് കൊണ്ട് വരും, അത്രേ ഉള്ളൂ. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു 7 രൂപ നമ്മളെ വാലറ്റിലേക്ക് ആഡാവുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നുള്ള മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 0.005 ആണ്. അത്ര ആകുമ്പോഴേ നമുക്ക് ഇതിൽ നിന്ന് എന്താക്കാൻ പറ്റുള്ളൂ, ക്യാഷ് വിഡ്രോ ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. അത് 200 എത്ര രൂപ വരും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, 10 പേരെ റെഫർ ചെയ്താൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് വിഡ്രോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 10 പേരെ റെഫർ ചെയ്യാൻ കഴിയാത്തവർക്ക് അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഫോൺ നമ്പേഴ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ നമ്പേഴ്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് വീഡിയോൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് റെഫർ ചെയ്യാനുള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെത്തേഡ്. ഇനി ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാനും ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഇതുവരെ പേയ്മെൻറ്റ് പ്രൂഫ് കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ വെറുതെ കമൻറ്റ് ചെയ്യരുത് പേയ്മെൻറ്റ് പ്രൂഫ് കിട്ടിയോ അങ്ങനെ ചോദിച്ചിട്ട്. അതിനായിട്ട് ഞാനൊരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കുള്ള എന്ത് സംശയമാണെങ്കിലും അതിൽ ചോദിക്കുക. ഞാൻ പേയ്മെൻറ്റ് പ്രൂഫൊക്കെ കിട്ടുമ്പോൾ അതിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. എന്തായാലും ഇതിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് കമൻറ്റ് ചെയ്തിട്ട് കുറേ ആൾക്കാർ വാട്സപ്പ് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും വാട്സപ്പ് നമ്പർ ഒന്നും ചോദിക്കണ്ട. ഇനി എല്ലാവരും ടെലഗ്രാം ഗ്രൂപ്പിൽ എന്തായാലും ചേർന്നാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എയർ ഡ്രോപ്പിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ ഇതുപോലെ ചുവന്ന കളറിലാണ് സബ്സ്ക്രൈബ് ബട്ടൺ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തൊരു ബെല്ലൈക്കൺ പ്രത്യക്ഷപ്പെടും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനിൽ ഇട്ട് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമാണ്, അത് എനിക്കും ഉപകാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തേത് ഒരു ടെലഗ്രാം ബോട്ടാണ്. അപ്പോൾ ഈ ഒരു ടെലഗ്രാം എയർ ഡ്രോപ്പ് ആയതുകൊണ്ട് ടെലഗ്രാം ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ടെലഗ്രാമിലേക്ക് റീഡയറക്റ്റ് ആയിട്ട് ഇതുപോലൊരു പേജിൽ വന്ന് നിൽക്കും. ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാനായിരിക്കും വരിക മിക്കവാറും. അപ്പോൾ അപ്ഗ്രേഡ് ടു ലാസ്റ്റ് വെർഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ഇത് വരില്ല, വന്നാൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക. ഒരു അപ്ഗ്രേഡ് ടു ലാസ്റ്റ് വെർഷൻ എന്നുള്ളപ്പോൾ വേറൊരു ചാനലിലേക്ക് പോകും. ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് കാണാം ഓരോ 15 സെക്കൻഡിലും ഓരോ 30 സെക്കൻഡിലും നമുക്ക് ഇതിൽ നിന്ന് ആഡ്സ് കാണാൻ പറ്റും. ഇവിടെ സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. ഇവിടെ നമുക്ക് വ്യൂ ആഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം. ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആഡ്സ് വരിക. ഇപ്പോൾ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് ലോഡാവും. അപ്പോൾ നമുക്കിവിടെ കാണാം ഇതുപോലെ ഒരു ആഡ്സ് ഒന്ന്. ഇതാണ് ആഡ്സ് എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ എനിക്ക് 900 സംതിങ് കോയിന് ആഡായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ 30 സെക്കൻഡിലും ചെയ്യാം. ഇവിടെ നമുക്ക് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കാണാം. ആ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ ആഡ്സ് കണ്ടതിനാണ് 854 0.000 854 BTC എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ 30 സെക്കൻഡിൽ നമുക്ക് ഇങ്ങനെ കാണാം. ഞാനിപ്പോൾ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ പിന്നെ സമയമായിട്ടില്ല എന്ന് പറയുന്നത്, കുറച്ചുകൂടി സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സമയമായിട്ടുണ്ട്. ഞാൻ ഒന്ന് നോക്കുകയാണത്. അപ്പോൾ വീണ്ടും ഒരു ആഡ് വന്നു. വീണ്ടും എനിക്ക് അത്രയും ക്യാഷ് കിട്ടി. അക്കൗണ്ട് എന്നുള്ളതിൽ എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഇത് നമുക്കിവിടെ കാണാം 1839 ആയിട്ടുണ്ട്. പെട്ടെന്ന് ഇന്ന് ഇതിൽ ഏൺ ചെയ്യാം. പിന്നെ റെഫറാൻ്റെ ആണുള്ളത്. അതിന് റെഫർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ റെഫറൽ ലിങ്ക് കിട്ടും. ഇത് നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, കോപ്പി ചെയ്തിട്ട്. ഓരോ റെഫറലിനും ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? 0.000 പിന്നെ 1 കിട്ടുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ ഒരു 79 രൂപേൻ്റെ അടുത്ത് വരും. അങ്ങനെ റെഫർ ചെയ്തിട്ട് ഒന്ന് ഏൺ ചെയ്യാം. 10 ആളെ മസ്റ്റായിട്ട് റെഫർ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് മിനിമം ഇവിടെ 0.005 ആകണം മിനിമം റെഡീം. പിന്നെ നിങ്ങളെ വാലറ്റ് അപ്ഡേറ്റ് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. 10 ആളെ മിനിമം റെഫർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇമെയിൽ ID നിങ്ങളെ വാലറ്റും ഇതിൽ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ ബാലൻസ് കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് മുകളിലായിട്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ പിന്നെ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ബാലൻസ് ഒക്കെ കാണിക്കുന്നതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇമെയിൽ ID അതുപോലെ തന്നെ നമ്മളെ വാലറ്റ് അഡ്രസ്സും പിന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ആഡും കൂടി ഇപ്പോൾ അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മളെ ബാലൻസ് എന്നുണ്ട്. അതിൻ്റെ അടിയിൽ അപ്ഡേറ്റ് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ അപ്ഡേറ്റ് വാലറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിക്കും നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിൻ്റെ അല്ലെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് എന്തോ കോപ്പി ചെയ്താണ്. ട്രസ്റ്റ് വാലറ്റിൻ്റെ അല്ലെങ്കിൽ പിന്നെ കോയിൻ ബേസിൻ്റെ ഇതിവിടെ നമുക്ക് കോപ്പി ചെയ്യണം. അതിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് അക്കൗണ്ടാണ് ഞാൻ കോപ്പി ചെയ്ത് കാണിച്ചു തരാത്തത്. ഇവിടെ കോപ്പി ചെയ്തിട്ട് പിന്നെ ആരോ നോക്കിയിട്ട് അവിടെ ഓക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. അവിടെ അപ്ഗ്രേഡ് ടു ഇമെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മളെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അതിൻ്റെ ശേഷം ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ ട്രസ്റ്റ് വാലറ്റിൻ്റെ പിന്നെ നമ്മളെ വാലറ്റിൻ്റെ ഇതും പിന്നെ അവിടെ ക്ലിയർ ആവുന്നതായിരിക്കും. അത്രമാത്രം ചെയ്യുക. പിന്നെ ബാക്കിയുള്ളത് 10 ആളെ റെഫർ ചെയ്യാനും അതുപോലെ തന്നെ മിനിമം ക്യാഷ് ആവാനുള്ളതാണ്. അത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ട് ഈ ഒരു കൊടുക്കുന്ന വാലറ്റിലേക്കായിരിക്കും വിഡ്രോ ചെയ്ത് മാറ്റാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഓരോ 30 സെക്കൻഡിൽ നമുക്ക് ആഡ്സ് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ റെഫറിങ്സിന് നമുക്ക് 79 രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. ഓരോ ആഡ്സിന് 9 രൂപയാണ് ഇതിൻ്റെ വാല്യൂ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിതിൽ ഏൺ ചെയ്യാനുള്ള നല്ലൊരു എയർ ഡ്രോപ്പാണ്. മാക്സിമം ലൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴാണ് ഇത് പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ആഡ്സ് അൺലിമിറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് ഞാൻ പറഞ്ഞിരുന്നു റെഫറിങ്ങിൻ്റെ. ഇതാണ്. ഇവിടെ നമുക്ക് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് വേറെ എക്സ്ട്രാ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുത്തിട്ട് നമുക്ക് മറ്റൊരു അക്കൗണ്ട് തുടങ്ങാം. അതിങ്ങനെ ഈ സൈഡിൽ ഇവിടെ അങ്ങനെ കാണും. എനിക്കിവിടെ 2 അക്കൗണ്ട് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് 2-3 അക്കൗണ്ടൊക്കെ പിന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.